ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു പുതിയൊരു ഷെയ്ഡർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്യുക. സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മൈനിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളങ്ങനെ മൈനിങ് ചെയ്തു കേട്ടോ. നമ്മൾ കുറച്ച് മൈനിങ് ഒക്കെ ചെയ്ത് നമ്മൾ മൈനിങ് ഏരിയയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാനത് കാണിക്കാതെ നിന്നത് നമ്മൾ കുറച്ച് ബോറിംഗ് ആയതുകൊണ്ടാണ്. നമ്മൾ മൈനിങ് എന്ന് വെച്ചാൽ കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. നല്ല ടൈമിങ് എടുത്തിട്ടുണ്ട്. സോ അപ്പോൾ എന്നാലും നമ്മൾ മൈനിങ് ചെയ്തു, ബട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. കുറേ കോബിൾ സ്റ്റോണും അങ്ങനത്തെ സംഭവം അല്ലാണ്ട് കുറേ സ്റ്റോൺ ഐറ്റംസ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. വേറെ അയണൊക്കെ വളരെ കുറവാട്ടോ. നമുക്ക് മൈൻ ചെയ്തിട്ട് ആകെ കിട്ടി ഈ ഒരു ലാപ്പിസ് ലസൂലിയും പിന്നെ ഈ ഒരു 8 അയണാട്ടോ ഗൈസ് ആകെ കിട്ടിയത്. സോ എന്താണെന്ന് അറിഞ്ഞൂടാ, തീരെ ഒരു സാധനം നമുക്ക് കിട്ടുന്നില്ല. ചെറിയൊരു സസ്പെൻസ് ഉണ്ട് ഗൈസ്. നമ്മൾ മെയിനായിട്ട് പോയത് ഡയമണ്ടിൻ്റെ ആയിരുന്നു, ബട്ട് ഞാൻ 2 സ്ഥലത്ത് ഡയമണ്ട്സ് കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ആ ഒരു 2 സ്ഥലം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് അടിയിലോട്ട് പോകണം കേട്ടോ. ഞാൻ എന്തായാലും ഡയമണ്ട്സ് കണ്ടെടുത്ത് വെച്ച് ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്ത് നമ്മളെ മൈനിങ്. സോ ഇനി വേണമെങ്കിൽ നമുക്ക് മൈൻ ചെയ്യാം കേട്ടോ. സോ നമ്മൾ ഇന്നത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് സെറ്റ് ചെയ്യേണ്ടത് നെതർ പോർട്ടിലാണ്. സോ നമ്മൾ ആ മുകളിലൊരു ലാവ പൂള് കണ്ടിട്ടുണ്ട്. സോ നമുക്ക് അവിടേക്ക് വാട്ടർ ഒഴിച്ചാൽ നമുക്ക് നമ്മുടെ ഒബ്സിഡിയൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. സോ അത് വരട്ടെ, നമുക്ക് എന്തായാലും അതൊക്കെ ലാസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. സോ അപ്പോൾ എന്തായാലും നമുക്ക് കയ്യിലുള്ള അയൺസൊക്കെ എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. സോ ഒരു പിക്കാക്സ് ഫസ്റ്റ് ഓഫ് ഓൾ റെഡിയാക്കാം. നമ്മൾ ഡയമണ്ട്സും കാര്യങ്ങളും മൈൻ ചെയ്യണം, നമുക്കൊരു അയൺ പിക്കാക്സ് വേണം. സോ നമുക്ക് ഫസ്റ്റ് അതാണ് റെഡിയാക്കേണ്ടത്. സോ എന്തായാലും നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കിട്ടിയ അയണാട്ടോ ഇത്. സോ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം നമ്മുടെ പിക്കാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം. സോ അയൺ പിക്കാക്സ് അങ്ങ് റെഡിയാക്കാൻ പോകാട്ടോ. നമുക്ക് അയൺ പിക്കാക്സ് റെഡിയാക്കുക. 4 അറ്റാക്കിങ് ഡാമേജ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനെ കുറിച്ചുകൊണ്ട് കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവും കേട്ടോ. സോ അപ്പോൾ എന്തായാലും നമ്മളെ അയൺ പിക്കാക്സ് റെഡിയാക്കിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. സോ നമ്മുടെ അഡ്വാൻസ്മെൻറ്റും കാര്യങ്ങളും ഇട്ടിരിക്കുകയാണ്. ഒരു സംഭവം കൂടി റെഡി ആക്കണം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാൻ, കുറച്ച് അയൺ കൂടി ആവശ്യമുണ്ട്. നമ്മൾ കിട്ടിയ ഈ ഒരു 8 അയൺ നമുക്ക് എന്തായാലും ഫർണസിൽ വെച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടി വെക്കണം. നമ്മളെ ഫർണസ് എവിടെ ആയിരുന്നു? സോ ഞാൻ വീട്ടിനുള്ളിൽ, ഓക്കെ എവിടെയാണ് നമ്മളെ ഫർണസ് ഉള്ളത്? സോ നമുക്ക് ഈ ഫർണസിലേക്ക് നമ്മൾ ഈ ഒരു 8 അയൺ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇതെന്തായാലും നമുക്ക് അവിടെ നിന്ന് റെഡി ആവട്ടെ. നമുക്ക് ആ ടൈം കൊണ്ട് നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഡയമണ്ട്സും കാര്യങ്ങളും മൈൻ ചെയ്തിട്ട് വരാം. സോ എന്തായാലും നമുക്ക് ടോർച്ച് കൈപിടിക്കട്ടെ. നമ്മൾ ഒറ്റ ടോർച്ച് വെച്ച് ഞാനാണ് ഞാൻ മൈൻ ചെയ്യാൻ പോയത്. സോ ചിലപ്പോൾ അടിയിൽ എന്തെങ്കിലുമൊക്കെ മോബ് സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞുകൂടെ എന്തായാലും നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് പോകാം കേട്ടോ. എന്തായാലും നമ്മളടുത്ത് നമ്മുടെ ഷീൽഡൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഷീൽഡ് കൈ പിടിക്കാം കേട്ടോ. അഥവാ ഇനി വല്ല മോബ്സ് ഉണ്ടായാലോ. സോ നമ്മൾ ഒരുപാട് മൈൻ ചെയ്തിട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാതിരുന്നത് കുറേ ടൈം എടുക്കുമെന്ന് എനിക്കറിയാം. നമുക്ക് കിട്ടുമെന്ന് തന്നെ ഡൗട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തില്ല. അത് മാത്രമല്ല, നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടുമില്ല. സോ എന്തായാലും നമുക്ക് 2 സ്ഥലത്ത് ഞാൻ ഡയമണ്ട് കണ്ടിട്ടുണ്ട്. സോ എത്ര ഡയമണ്ട് ഉണ്ടാവും എന്തായാലും മൈൻ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. സോ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും താഴോട്ട് പോകാട്ടോ. ഓ എൻ്റെ മോനെ, ഇവിടെ നമുക്ക് സൗണ്ട് കേൾക്കാൻ കിട്ടുമോ? എന്തോ സൗണ്ട്. ഓക്കെ, ഇല്ല ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ അല്ല, ഇവിടെ ഇവിടെ കേവ് ഉണ്ടെന്ന് തോന്നുന്നതായിരിക്കാം. സോ ഇനി നമുക്ക് താഴോട്ട് പോകണം കേട്ടതാ. നമ്മൾ ഒരുപാട് മൈൻ ചെയ്ത് കണ്ട കാര്യം എന്തോ നമ്മൾ ദൂരം നമ്മൾ മൈൻ ചെയ്ത് നോക്കുക. നല്ല രീതിക്ക് ടൈം എടുത്തു കേട്ടോ. സോ എനിക്ക് നല്ല രീതിക്ക് പേടിയാവുന്നുണ്ട്. ഹാർഡ് കോർ ആയതുകൊണ്ടാണ് കേട്ടോ, വേറെ സീനൊന്നുമില്ല. ഹാർഡ് കോർ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര പേടി. ചത്താൽ പിന്നെ നമ്മളെ വേൾഡ് മൊത്തം അങ്ങ് പോകും. പിന്നെ നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റൂല. സോ ഓക്കെ, എന്തായാലും നമുക്ക് പോവാം. ഇവിടെ നിന്നൊന്നും ഒരു സാധനം പോലും നമുക്ക് കിട്ടിയില്ല കേട്ടോ. നമുക്ക് ആകെ ഒരു സ്ഥലത്ത് നമുക്ക് കുറച്ച് അയൺ കിട്ടി, അതാണ്. സോ ഇവിടെ കുറച്ച് റെഡ് സ്റ്റോൺ കാണുന്നുണ്ട്. ഇതെന്തായാലും നമുക്ക് മൈൻ ചെയ്തെടുക്കാം കേട്ടോ, നമുക്ക് ആവശ്യം വരും. ഇത് ഞാൻ മൈൻ ചെയ്യാതിരുന്നത് നമ്മുടെ അടുത്ത് അയൺ പിക്കാക്സ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെയാണ് നമ്മൾ ഡയമണ്ട് കണ്ടത്. ഞാൻ മാർക്ക് ചെയ്ത് വെച്ച ഇവിടെയാണ് ഒരു സ്ഥലം ഇവിടെ കേട്ടോ ഞാൻ ഡയമണ്ട് കണ്ടത്. സോ ഇതാണ്ട് നമ്മുടെ ഡയമണ്ട് ഗൈസ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് മൈൻ ചെയ്തെടുക്കാം കേട്ടോ. എഡേ, ഒരു ഡയമണ്ട് ആണുള്ളത്. എന്ത് കഷ്ടാടേ. നമുക്ക് എന്തായാലും മിനിമം 2 ഡയമണ്ട് കൂടി എന്തായാലും വേണം. എന്തൊരു ആടേത്, ഒരു ഡയമണ്ട് അവിടെ നിന്ന് കിട്ടി. മൈൻക്രാഫ്റ്റ് ഒരുമാതിരി നമ്മൾ അത്രയും മൈൻ ചെയ്തിട്ട് ആകെ ഞാൻ വിചാരിച്ചൊരു 5 എണ്ണമെങ്കിലും മിനിമം ഉണ്ടാവുന്നത്. ഇത് ഒരു ഡയമണ്ടാണ് ഗൈസ് അവിടെ നിന്ന് കിട്ടി. നമുക്ക് മിനിമം 3 ഡയമണ്ട് കിട്ടണം, എന്നാലേ പിക്കാക്സ് റെഡിയാക്കാൻ പറ്റുള്ളൂ. സോ എനിക്ക് തോന്നുന്നു അടുത്ത ഡയമണ്ട് ഓക്കെ ഇവിടെ ആട്ടാ. സോ ഇതൊന്നാണ് അതിനുള്ളത്. എടേ, ഇത് ഒരു ഡയമണ്ടേ ഉള്ളൂ. What the fuck?
ഗൈസ് ഒരു ഡയമണ്ട് ആട്ടോ. ഞാൻ എന്തായാലും അങ്ങോട്ടും മൈൻ ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ചുകൂടി മൈൻ ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് ഒരു ഡയമണ്ട് കൂടി വേണം. ഷിറ്റ്, ഞാൻ വിചാരിച്ചത് 3 ഡയമണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ആകെ ഒരു ഡയമണ്ടാണ് ഉള്ളത്. ശരി, എന്തായാലും നമ്മൾ അങ്ങോട്ട് മൈൻ ചെയ്യുന്നില്ല. നമുക്ക് റൂട്ട് മാറ്റി പിടിക്കാം. എന്തായാലും ഇങ്ങോട്ട് മൈൻ ചെയ്യാം. നമ്മളെ പിക്കാക്സ് എന്തായാലും വെറുതെ തീർക്കുന്നില്ല. നമുക്ക് എന്തായാലും ഈ ഒരു സ്റ്റോൺ പിക്കാക്സ് വെച്ച് മൈൻ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച് 3 ഡയമണ്ടെങ്കിലും ഉണ്ടാവും കേട്ടോ. ഇത് നമ്മളെ ചതിച്ചതാ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ ഡയമണ്ട്സും കാര്യങ്ങളും കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മൈൻ ചെയ്ത് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് തന്നെ നമുക്ക് ഒരു ഡയമണ്ട് 2 ഡയമണ്ട്സ് കാണുന്നുണ്ട്. സോ എത്ര ഡയമണ്ട് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം. മിക്കവാറും ഇത് 2 ഡയമണ്ടേ കാണാൻ ചാൻസ് ഉള്ളൂ ഗൈസ്. എന്തായാലും പൊട്ടിച്ച് നോക്കാം. ഓ 2 അല്ല കേട്ടോ ഗൈസ്, 3 ഡയമണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഓ 4 ഡയമണ്ടോ, അത് കലക്കി ഗൈസ്. 4 ഡയമണ്ട് കാണുന്നുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, എന്തായാലും നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, എത്ര ഡയമണ്ടായി? ഓക്കെ, 10 ഡയമണ്ട് കിട്ടിയിട്ടു. സോ ലെറ്റ്സ് ഗോ. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇത്ര മതി. സോ നമുക്ക് ആവശ്യത്തിനുള്ള ഡയമണ്ട്സ് കിട്ടിയിട്ടു. സോ എന്തായാലും നമുക്ക് എന്തായാലും ഇനി തിരിച്ച് നമ്മുടെ ബേസിലോട്ട് തന്നെ പോകണം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ്, ഇവിടെ എത്തുമ്പോൾ എന്തോ ഒരു സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിയുന്ന പോലെ എന്തായാലും ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്യാം. എന്തോന്ന് അതിന് പറയായിരുന്നു, വാർഡൻ അങ്ങനത്തെ ഒരു സംഭവമാണ്. പുതിയ അപ്ഡേറ്റിലൊന്നും എന്തോ ഒരു മോബാട്ടോ. സോ അറിയുന്ന പോലെ എന്തായാലും ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ എത്തിയിട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അയണും കാര്യങ്ങളും എന്തായി നോക്കട്ടെ. നമ്മൾ ഫർണസിൽ നമ്മൾ അയണും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഓക്കെ, നമ്മൾ 8 അയണും കാര്യങ്ങളൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും 8 അയണും കാര്യങ്ങളും എടുക്കാം. സോ ഈ അയൺ എടുത്തിട്ട് നമുക്ക് വേറൊരു സംഭവം റെഡിയാക്കാണ്ട്. സോ നമ്മുടെ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞൊരു സംഭവം റെഡിയാക്കാണ്ട്. സോ നമ്മൾ മൈൻ ചെയ്തപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഫ്ലിൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേണ്ട, ഈ ഒരു ഫ്ലിൻറ്റ് വെച്ച് നമുക്ക് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ റെഡിയാക്കണം. സോ നമുക്ക് ഫസ്റ്റ് തന്നെ എന്തായാലും നമ്മുടെ ഈ ഒരു ബ്ലോക്സും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് നമ്മുടെ ചെസ്റ്റിലേക്ക് എടുത്ത് വെക്കട്ടെ. നമ്മുടെ സ്പേസും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബ്ലോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഓക്കെ ആക്കട്ടെ. സോ ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ റെഡിയാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് റെഡിയാക്കാണ്ട്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഡയമണ്ട് പിക്കാക്സ് റെഡിയാക്കാം കേട്ടോ. വേർ ഈസ് നമ്മുടെ ഡയമണ്ട് പിക്കാക്സ്? ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് അങ്ങനെ റെഡിയാക്കാണ്. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളെ ഡയമണ്ട് പിക്കാക്സ് റെഡിയാക്കി. ഓക്കെ, ഇതിന് കുറച്ചുകൂടി അറ്റാക്കിംഗ് ഡാമേജ് ഉണ്ട്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് സ്പീഡും കുറച്ചുകൂടി കൂടുതലാണ് നമ്മൾ അയൺ പിക്കാക്സ് വെച്ച് നോക്കുമ്പോൾ. സോ അപ്പോൾ അതും സെറ്റായി. സോ പിന്നെ നമുക്ക് ഈ സെറ്റാക്കേണ്ടത് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീലാണ്. സോ നമ്മുടെ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീലും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുമ്പോൾ ഒരു ബക്കറ്റ് റെഡിയാക്കുക എന്നുള്ളതാണ്. സോ ഒരു ബക്കറ്റ് കൂടി റെഡിയാക്കണം. സോ നമ്മുടെ ബക്കറ്റ് കൂടി നമുക്ക് റെഡിയാക്കാം. ഓക്കെ, ബാക്കിയുള്ള എന്തായാലും അവിടെ നിൽക്കട്ടെ. സോ ഇനി എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഡയമണ്ടും അയണും നമുക്ക് എന്തായാലും നമ്മുടെ ചെസ്റ്റിലേക്ക് എടുത്തു വെക്കാം. ഓക്കെ ഓക്കെ, ഇനി എന്തായാലും നമുക്ക് പോയിട്ട് നമ്മുടെ മുകളിൽ പോയിട്ട് എനിക്കൊന്ന് മുകളിൽ നമ്മൾ അവിടെ ഇവിടെ നമ്മുടെ ഫാമിൻ്റെ അടുത്ത് നമ്മൾ ഒരു ലാവാ പൂൾ കണ്ടിരുന്നു. സോ നമുക്ക് ആ ലാവാ പൂളിൽ പോയിട്ട് നമ്മുടെ വാട്ടർ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ നിന്ന് കുറച്ച് വാട്ടർ എടുക്കണം കേട്ടോ. വാട്ടർ എടുക്കണം, എന്നിട്ട് പോയിട്ട് വേണം നമ്മളെ റിപ്പോർട്ടിൽ സെറ്റ് ചെയ്യാൻ. സോ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം മുകളിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ ടു ദ ലാവാ പൂൾ ഗായ്സ്. ഓ ഫ്രണ്ട്സ്, നമ്മളെ ലാവാ പൂൾ നമ്മൾ എവിടെ ആയിരുന്നു കണ്ടതെന്നാണ് ഞാൻ നോക്കുന്നത്. സോ വലിയൊരു ഐഡിയ കിട്ടുന്നില്ല, എവിടെ ആയിരുന്നു നമ്മൾ ലാവാ പൂൾ കണ്ടത് ഗായ്സ്? കുറച്ച് ലോങ് കൊണ്ട് പോന്നിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. യെസ് ഇവിടെ ആയിട്ട് നമ്മുടെ ലാവാ പൂളിൽ. സോ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ വാട്ടർ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇവിടെ സോ അപ്പം എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കാം കേട്ടോ. ഓക്കെ, നമ്മളെ ഫസ്റ്റ് ഒബ്സിഡിയൻ പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പുതിയൊരു അഡ്വാൻസ്മെൻറ്റ് കിട്ടിയിട്ടു. ഓക്കെ, എന്തൊക്കെയോ റെസിപ്പിയൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഫുൾ നമ്മളെ ഈ ഒരു ഒബ്സിഡിയൻസും കാര്യങ്ങളും നമുക്ക് പൊട്ടിച്ചെടുക്കണം. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഒബ്സിഡിയൻസും കാര്യങ്ങളും പൊട്ടിച്ചെടുക്കാം. ഇത് പൊട്ടിച്ചെടുക്കാൻ നല്ല ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നിനെ പൊട്ടിക്കാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 11 ഒബ്സിഡിയൻസും കാര്യങ്ങളും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് പോവാട്ടോ. ഓക്കെ, ഏകദേശം രാത്രി ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഓ കണ്ട സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്.
വൈ നമ്മുടെ വില്ലേജ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ വില്ലേജുള്ളത്. സോ ഇവിടെ ഇനി ഒബ്സിഡിയൻസ് ഉണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ ഇവിടെ ഒന്ന് ഒബ്സിഡിയൻസ് എടുക്കാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ കിടക്കട്ടെ. സോ അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് നമ്മുടെ വില്ലേജിലോട്ട് തന്നെ പോകാം കേട്ടോ. ഇനി നമുക്ക് നെതർ പോർട്ടിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം. നമ്മുടെ വില്ലേജർ മാമൻ അവിടെ പോയി. അവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ ഫാം നോക്കാൻ വേണ്ടി നമ്മളൊരാളെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വില്ലേജർ ആയിരിക്കും ഇനി നമ്മുടെ ഈ ഒരു പശുവിനെയും ആടിനെയൊക്കെ ഇനി നോക്കാൻ പോകുന്നത്. കണ്ടല്ലേ നോയ്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് വേഗം നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോവാം കേട്ടോ. നമ്മളെ വീടാണ് ഇപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. നമ്മളെ വീടൊന്നുകൂടി ഒന്ന് സെറ്റപ്പ് ആക്കണം കേട്ടോ. സോ രാത്രി ആവുന്നില്ല, നമുക്ക് എന്തായാലും പോയി കിടക്കാം കേട്ടോ. ലെറ്റ്സ് ഗോ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ രാവിലെ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ നെതർ പോർട്ടിൽ സെറ്റ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. സോ നെതർ പോർട്ടിൽ നമ്മൾ എവിടെ സെറ്റ് ചെയ്യുമെന്നാണ് ഞാൻ നോക്കുന്നത്. സോ എന്തായാലും നമ്മൾ നെതർ പോർട്ടിൽ ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യാൻ പോകണം, നമ്മളെ ഫ്രണ്ടിൽ തന്നെ. സോ നമ്മൾ ഇവിടെ കുറച്ചങ്ങോട്ട് മൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ അങ്ങ് നെതർ പോർട്ടിൽ സെറ്റ് ചെയ്യാം കേട്ടോ. സോ അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പണിയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം. നമ്മൾ ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒബ്സിഡിയൻസ് എടുക്കുക, അതുപോലെ തന്നെ നമ്മളെ കോബിൾ സ്റ്റോണും എടുക്കാം. സോ ഇനി നമുക്ക് ആദ്യം ഇവിടെ സെറ്റ് ചെയ്യണത് എനിക്കറിയാം കേട്ടോ ഏകദേശം. സോ നമ്മളെ കോബിൾ സ്റ്റോൺ ആദ്യം ഇവിടെ വെക്കാം. സോ എന്നിട്ട് നമുക്ക് 2 നെതർ നമ്മളെ ഒബ്സിഡിയൻസ് ഇവിടെ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതുകൂടി പൊട്ടിച്ചളയണം. സോ അതിന് ശേഷം നമുക്ക് ഇവിടെ മുകളിലോട്ട് 1 2 3 ഇനി ഇതിൻ്റെ മണ്ടയിൽ നമുക്ക് കോബിൾ സ്റ്റോൺ വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒബ്സിഡിയൻസ് വെക്കണം കേട്ടോ. 1 2. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമ്മുടെ കോബിൾ സ്റ്റോൺ വെക്കണം. സോ ഇനി നമുക്ക് താഴോട്ട് പോവാം. ദെൻ നമുക്ക് ഇവിടെ നമ്മുടെ ഒബ്സിഡിയൻസ് കൂടി വെച്ച് കൊടുക്കാം. 4 ഒബ്സിഡിയൻ. 1 2 3. ഓക്കെ, നമ്മൾ എന്തായാലും നെതർ പോർട്ടിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഒരു ഒബ്സിഡിയന് ബാലൻസ് വന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. എന്തായാലും ഇവിടെ കിടക്കട്ടെ. സോ അപ്പോൾ എന്തായാലും നമുക്കിനി ഓക്കെ, നമുക്ക് ഇവിടെയും കൂടി നമുക്ക് കോബിൾ സ്റ്റോൺ ആയി കൊടുക്കാം. ഓക്കെ, വെച്ച് കൊടുക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അങ്ങനെ നമ്മളെ നെതർ പോർട്ടിൽ അങ്ങനെ സെറ്റ് ആയിരിക്കുകയാണ്. യെസ് ഗൈസ്. ഓക്കെ, നമ്മൾ നെതർ പോർട്ടിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് എന്തായാലും നെതർ പോർട്ടിൽ ഒന്ന് പോയി നോക്കണം. സോ നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമുക്ക് ഇന്ന് ഇങ്ങോട്ട് തന്നെ ഇറങ്ങാം. നമ്മൾ എവിടെയാണ് സ്പോൺ ആവുന്നതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്തായാലും ഇങ്ങോട്ട് തന്നെ ഇറങ്ങി വരണം. സോ നമുക്ക് നമ്മളെ ഈ ഒരു കോർഡിനേറ്റ്സ് എന്തായാലും നമുക്ക് എടുത്തു വെക്കണം. അല്ലെങ്കിൽ ഞാനിതുവരെ നമ്മളെ കോർഡിനേറ്റ്സ് എടുത്ത് വെച്ചില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. അതൊരു പ്രശ്നമാണ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ നെതർ പോർട്ടിൽ കയറാം കേട്ടോ ഗൈസ്. ലെറ്റ്സ് ഗോ. നമ്മൾ ആർമറൊന്നും ഇല്ലാണ്ട് കേട്ടോ കയറുന്നത്. ഒരു കാര്യം ചെയ്യാം, ഈ ആർമർ ഇട്ട് ഷീൽഡ് ഇട്ട് കൊടുക്കാം. സോ എന്തായാലും നമ്മളടുത്തുള്ള ആ ഒരു അയൺ എടുത്തിട്ട് നമുക്ക് ആർമർ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. നമ്മുടെ അടുത്ത് എത്ര അയൺ ഉണ്ട്? ഓക്കെ, നമ്മുടെ അടുത്ത് ഗോൾഡ് ഉണ്ട് കേട്ടോ. ഗോൾഡ് എന്തായാലും കൈ പിടിക്കാൻ നല്ലതാണ്. നെതറിൽ പോകുമ്പോൾ ഗോൾഡ് ഉണ്ടെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല, നമ്മളെ പിഗ്ലിൻസ് ഒന്നും നമ്മൾ അറ്റാക്ക് ചെയ്യില്ല. സോ എന്തായാലും അവിടെ കിടക്കട്ടെ. നമ്മൾ ഗോൾഡ് എടുത്ത് കൈ പിടിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് നെതർ പോർട്ടിൽ കയറി നോക്കാം കേട്ടോ ഗൈസ്. സോ ഇവിടെയാണ് അവ സ്പോൺ ആവുന്നത്, നമുക്ക് എന്തായാലും കണ്ടറിയാം. ഓക്കെ, എനിമീസിൻ്റെ ഒന്നും വായ പോയി പെടൂല. ഇവിടെ ഇത് ഗൈസ്, നമ്മുടെ ലാവൻ്റെ നടുവിലാട്ടോ സ്പോൺ ആയത്. ഇത് കണ്ടാ, നമ്മളൊരു ലാവ പൂളിൻ്റെ സൈഡിലാണ് സ്പോൺ ആയത്. സോ അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നില്ല, അവിടെയൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട്. സോ നമുക്കെന്തായാലും ഇത് നമുക്ക് പിന്നെ എക്സ്പ്ലോർ ചെയ്യട്ടെ. നമ്മൾ തിരിച്ച് പോകണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആർമർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ചാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് തിരിച്ച് നമ്മളെ വേൾഡിലോട്ട് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നെതർ പോർട്ടിലും കാര്യങ്ങളും നമ്മളങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ പിന്നെ നമ്മുടെ വീറ്റ് ഫാം എന്തായി നോക്കാം കേട്ടോ. നമ്മുടെ വീറ്റ് ഫാം എന്തായി ഞാൻ പിന്നെ നോക്കിയില്ല. ഓക്കെ, ഏകദേശം വളർന്നു വന്നെന്ന് തോന്നിട്ടോ. ഓക്കെ, ഇതൊക്കെ ഏകദേശം നമുക്ക് വിളവെടുക്കാനായിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും നമുക്കിത് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. കൈ കൊണ്ട് തന്നെ എടുക്കാം. ഓക്കെ, ഇത് കണ്ടത് നമുക്ക് പൊട്ടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നടാനുള്ള സീഡ്സും നമുക്കിത് തന്നെ കിട്ടും. സോ അപ്പോൾ എന്തായാലും നമുക്കിത് മൊത്തം അങ്ങ് പൊട്ടിച്ച് എടുക്കാം കേട്ടോ ഗായ്സ്. ഓക്കെ, ഇതൊക്കെ ആയോ? ഓക്കെ, ഇതൊക്കെ ഏകദേശം ആയിട്ടുണ്ട്.
ആഹാ, നമ്മൾ നട്ട സാധനത്തിൽ തന്നെ നമുക്ക് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം. സോ ഇപ്പം എന്തായാലും നമുക്ക് ബാക്കി കിട്ടിയ സീഡ് നമുക്ക് ഇവിടെ നട്ടു കൊടുക്കാം കേട്ടോ. ബാക്കി കിട്ടിയ സീഡൊക്കെ നമുക്ക് ഇവിടെ ഫുള്ള് നട്ട് സെറ്റാക്കി കൊടുക്കാം. നമുക്കിത് ഓവറാകുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ ഹോ ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. ഇവിടെയൊക്കെ നമുക്ക് ഹോ ചെയ്ത് നമുക്ക് എക്സ്പാൻഡ് വേണമെങ്കിൽ എക്സ്പാൻഡ് ആക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയും സീഡ് വെച്ച് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കി സീഡൊന്ന് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ എന്തായാലും വളരട്ടെ, ഇതൊക്കെ വളർന്ന് സെറ്റ് ആവുന്നേ ഉള്ളൂ. സോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി എപ്പിസോഡ് ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്താ ചെയ്യേണ്ടതെന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും നെതർ പോർട്ടിൽ സെറ്റായി. എന്തായാലും ഇപ്പോൾ നമ്മൾ നെതർ എക്സ്പ്ലോർ ചെയ്യാനും പോകുന്നില്ല, ജസ്റ്റ് അവിടെ ഉണ്ടാക്കി വെച്ചെന്നേ ഉള്ളൂ. സോ അപ്പോൾ എന്തായാലും ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ആർമർ സെറ്റ് ചെയ്യാന്നുള്ളൊരു പരിപാടി ഉണ്ട്. ചിലപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ ഡയമണ്ട്സ് ഒക്കെ ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ആർമർ സെറ്റാക്കുന്നതായിരിക്കും. ഞാൻ എന്തായാലും മൈൻഡ് ചെയ്യുന്ന വീഡിയോ എന്തായാലും ചെയ്യില്ല. ഇനി എന്തായാലും നമ്മൾ ഓഫ് ക്യാമറയിൽ എന്തായാലും നമുക്ക് മൈൻഡ് ചെയ്തിട്ട് കുറച്ച് ഡയമണ്ട്സ് ഒക്കെ സെറ്റാക്കണം ആർമറിനുള്ളത്. സോ അടുത്ത എപ്പിസോഡ് എന്തായാലും നമ്മൾ ഞാൻ എന്തായാലും ഡയമണ്ട് കളിച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു ആർമർ സെറ്റാക്കണം. സോ പിന്നെ എന്തെങ്കിലും ഫാമൊക്കെ സെറ്റാക്കി തുടങ്ങാം. ഇനി നമുക്ക് ഫുള്ള് ബിൽഡിങ്ങിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഫാം പോലെ തന്നെ കുറേ സംഭവങ്ങൾ റെഡിയാക്കാനുണ്ട്. എന്തായാലും ഇനി അടുത്ത് എന്താ ബിൽഡ് ചെയ്യാൻ എന്തായാലും ജസ്റ്റ് താഴത്ത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. സോ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.